ഞാൻ രമ്യ ഹരിശങ്കർ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ എല്ലാവരും ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കാണിക്കുന്നത് ഒരു സ്പെഷ്യൽ ക്യാബേജ് തോരനാണ്. അതും സദ്യ സ്പെഷ്യൽ, ട്രിവാൻഡ്രം സ്പെഷ്യൽ ക്യാബേജ് തോരനാണ്. ട്രിവാൻഡ്രം സ്പെഷ്യൽ ക്യാബേജ് തോരൻ എന്ന് പറയാൻ കാരണം ഞാൻ സാധാരണ ഉണ്ടാക്കുന്ന ക്യാബേജ് തോരന് അല്ലെങ്കിൽ മിക്ക ആൾക്കാരും ഉണ്ടാക്കുന്ന ക്യാബേജ് തോരൻ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആണ് ക്യാബേജ് തോരൻ. ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റ് ഡിഫറൻസും ഉണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്. തോരൻ തന്നെയാണ്, പക്ഷെ കുറച്ച് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ അതിൻ്റെ ഫ്ലേവറിലും എല്ലാത്തിലും. അപ്പോൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കഴിക്കാമല്ലോ. ഞാനിവിടെ ഒരു കുഞ്ഞു ക്യാബേജ് അല്ലെങ്കിൽ ഒരു മീഡിയം സൈസ് ക്യാബേജിൻ്റെ ഒരു 1/4 ഭാഗം എടുത്തിട്ടുണ്ട്. അത് ഞാൻ പൊടി പൊടിയായി അരിയാണ്. എൻ്റെ കൂട്ടത്തിൽ നമുക്ക് അരിയാൻ ഒരു സവാള വേണം. ഈ സവാള മൊത്തം വേണ്ട കേട്ടോ, ഇതൊരു മീഡിയം സൈസ് സവാളയാണ്. ഞാൻ അതിൻ്റെ ഒരു ഹാഫ് എടുക്കുന്നുള്ളൂ, ഒരു ഹാഫ് മാറ്റി വെക്കുകയാണ്. അപ്പോൾ ഇതും നമുക്ക് വളരെ കുഞ്ഞായി ചോപ്പ് ചെയ്ത് വെക്കണം. ക്യാബേജ് എന്തെല്ലാം അരിഞ്ഞു കഴിഞ്ഞല്ലോ, ഇനി ഇതേപോലെ ഇതും നന്നായി ചെറുതായി ചോപ്പ് ചെയ്ത് വെക്കാം. ഇത് ചോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ചട്ടി വെക്കാം. ചട്ടിയോ പാനോ ചീനച്ചട്ടിയോ എന്തെങ്കിലും വെക്കാം. ഞാനിപ്പോൾ എന്തായാലും ഒരു മൺചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി ഒന്ന് ചൂടാവട്ടെ. ചൂടായി കഴിഞ്ഞ ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച സവാളയും ക്യാബേജും ചട്ടിയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. ഇത് സദ്യക്ക് ട്രിവാൻഡ്രത്ത് വിളമ്പുന്നതാണ്. തോരന്റെ കൂട്ടത്തില് അതിന്റെ കൂട്ടത്തില് നമ്മൾ ക്യാബേജും സവാളയും ആഡ് ചെയ്ത് കൊടുത്തതിന്റെ കൂടെ കുറച്ച് ഉപ്പ്, ക്യാബേജിന് വേണ്ടത്ര ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഉപ്പ് പിങ്ക് ഹിമാലയൻ സോൾട്ട് ആണ്. ഓക്കെ, ഇത് ഓർഗാനിക് ഫുഡ് സ്റ്റോറിലും സൂപ്പർ മാർക്കറ്റ്സിലും പിന്നെ ആമസോണിലും എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ സാധാരണ ഉപ്പ് ഉണ്ട്, ഞാനിപ്പോൾ പെട്ടെന്ന് കയ്യിൽ കിട്ടിയതൊന്നുകൊണ്ട് ആഡ് ചെയ്തോന്നേ ഉള്ളൂ. ഒന്ന് ഉപ്പ് എല്ലാവിടേക്ക് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് ആക്ച്വലി നമ്മൾ ആവിയിൽ വെച്ച് വേവിച്ചെടുക്കണം. ഞാനത് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം, 1.5 ടീസ്പൂണോളം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം വേണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഉറപ്പുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് ഒരു പ്ലേറ്റ് കൊണ്ട് അടച്ച് ആവി വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. ഞാൻ കുറച്ച് ഒരു പ്രിക്കോഷൻ എടുത്തുവെന്നേ ഉള്ളൂ, അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് വേവിക്കാൻ പോവാണ്. അറിയാലോ, ക്യാബേജ് പെട്ടെന്ന് വെന്ത് വരും. അധികം വേവുള്ള ഒരു വെജിറ്റബിൾ അല്ല ക്യാബേജ്. അപ്പോൾ ഇത് വെന്ത ശേഷം ഞാൻ കാണിച്ചു തരാം. അപ്പൊ നമ്മുടെ ക്യാബേജ് വെന്തിട്ടുണ്ട്, ആവി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ അടപ്പ് തുറക്കുകയാണ്. കണ്ടില്ലേ, അത് വെന്ത് വന്നു. ഞാൻ തീയ് വളരെ ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്, അത് ശ്രദ്ധിക്കണം. എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇത് ലോ ഫ്ലെയിമിൽ തന്നെ ഇരുന്നോട്ടെ. നമുക്ക് അപ്പുറത്തെ ഗ്യാസ് ഉണ്ടല്ലോ, അപ്പുറത്തെ സ്റ്റൗവിലോട്ട് നമുക്ക് ഒരു ചീനച്ചട്ടിയോ കടുക് വറുക്കുന്ന പാത്രമോ എന്തെങ്കിലും വെക്കുക. നമുക്ക് അതിലോട്ട് കുറച്ച് ഒരു 1.5 ടീസ്പൂൺ എണ്ണ ഒഴിക്കുക. കണ്ടുമല്ലോ, ഞാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഒരു 1/2 ടീസ്പൂണോളം കടുക് ഇടുക. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കടുകും എണ്ണയും കൂടെ ഉള്ളത് നമ്മൾ ക്യാബേജ് ലോ ഫ്ലെയിമിലിട്ട് വെച്ചിട്ടില്ലേ, അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, കടുക് ഒന്ന് പൊട്ടട്ടെ. പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട്, കറിവേപ്പിലയൊന്നും ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നില്ല. കറിവേപ്പിലയുടെ ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഇനി ഇത് നമ്മൾ ക്യാബേജ് വെച്ചതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. തീ ഓഫ് ചെയ്തിട്ടില്ല, തീ ലോ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഇനി ആ എണ്ണയും കടുകും അതിൻ്റെ ഫ്ലേവർ എല്ലാം കൂടെ ക്യാബേജിലോട്ട് നന്നായി ഒന്ന് പിടിക്കണം. അവിടെ ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് തന്നെ വെക്കുക. ഒന്ന് മിക്സ് ചെയ്തും കൊടുക്കുക. അപ്പം അതിൻ്റെ ഫ്ലേവർ എല്ലാ ഭാഗത്തേക്കും വരാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഒരു 2 മിനിറ്റ് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. അടച്ചൊന്നും വെക്കുന്നില്ല, തുറന്ന് തന്നെ ഇരിക്കട്ടെ. 2 മിനിറ്റ് ഇങ്ങനെ ആ ഫ്ലേവറൊക്കെ ഒന്ന് പിടിച്ച് ലോ ഫ്ലെയിമിൽ കിടന്ന് ആവട്ടെ. ഓക്കെ, അതിനുശേഷം നമുക്ക് തീ ഓഫ് ചെയ്യണം. തീ ഓഫ് ചെയ്ത ശേഷം എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇനി ഒരു 2 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ, അതിനുശേഷം കാണിച്ചു തരാം. 2 മിനിറ്റ് ആയിട്ടുണ്ട്. 2 മിനിറ്റ് തന്നെ കറക്റ്റായിട്ട് വേണമെന്നല്ല, ഒരു 2-3 മിനിറ്റ് വെക്കുക. അതിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് ശരിയാവാൻ വേണ്ടിയിട്ട് ഞാൻ തീ ഓഫ് ചെയ്തു. എന്നിട്ട് അടച്ചു വെക്കുകയാണ്, അതിൻ്റെ ഫ്ലേവർ പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. കഴിഞ്ഞു ആക്ച്വലി. ബാക്കി പ്രോസസ്സ് വളരെ ഈസിയാണ്.
അപ്പോൾ അത് അടച്ചു തന്നെ ഇരിക്കുകയാണ്. തീ ഓഫ് ചെയ്ത് അടച്ചു വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കൊരു മിക്സിയുടെ കുഞ്ഞി ജാറിലോട്ട് ഞാൻ ഒരു പിടി നിറച്ചും ഒരു ഫുൾ കൈപ്പിടി തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ചെറിയ വെച്ചതാണ്. ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുക. അതിലോട്ട് ഒരു പച്ചമുളക് ചെറുതാക്കി മുറിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. പച്ചമുളക് ആഡ് ചെയ്യണം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു നുള്ള് ജീരകം, ഒരു 1/4 ടീസ്പൂണോളം ജീരകം. ഇത്രയും വേണ്ട, ഞാൻ ഒരു 1/4 ടീസ്പൂൺ ആഡ് ചെയ്തിട്ടുള്ളൂ. ഒരു 1/4 ടീസ്പൂൺ ജീരകം ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വെള്ളമൊന്നും ഒഴിക്കണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി. നമ്മുടെ മിക്സിയുടെ പൾസ് ബട്ടൺ ഇല്ലേ, അതൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് 2-3 പ്രാവശ്യം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. നന്നായി ഒന്ന് ക്രഷ് ആയിട്ട് വരും. കണ്ടില്ല, നന്നായി ക്രഷ് ആയി വന്നിട്ട് അരഞ്ഞിട്ടില്ല. ഓക്കെ, വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. അപ്പൊ ഈ കൂട്ട് നമ്മുടെ ക്യാബേജ് സവാള വേവിച്ച് വെച്ചിട്ടില്ലേ, അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. ഈ ഓഫ് ചെയ്തിട്ട് തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇനി ബാക്കിയെല്ലാം ഈ വേണ്ട തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. തേങ്ങ നമ്മൾ പച്ചമുളക് ജീരകം ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്പൂൺ കൊണ്ട് ഒന്ന് ക്യാബേജിലോട്ട് നന്നായി ഇളക്കുക. അപ്പൊ അതിന്റെ ഫ്ലേവർ എല്ലാ ഭാഗത്തും വരും, തേങ്ങ എല്ലാ ഭാഗത്തേക്കും വരും. കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ. ആക്ച്വലി നമ്മുടെ ക്യാബേജ് തോരൻ റെഡിയായി. ഞാൻ പറയുകയാണെങ്കിൽ ഒരു 10 മിനിറ്റ് ഇത് ഇളക്കിയ ശേഷം ഒരു 10 മിനിറ്റ് ഒരു പ്ലേറ്റ് കൊണ്ട് അടച്ചു വെക്കാം. അപ്പൊ അതിന്റെ ഫ്ലേവർ മുഴുവൻ അടഞ്ഞിരിക്കുമ്പോൾ ആവിയിൽ ഫ്ലേവർ മുഴുവൻ എല്ലാ ഭാഗത്തേക്ക് എത്തും. ഒരു 10 മിനിറ്റിന് ശേഷം മാത്രം സെർവ് ചെയ്യായിരിക്കും ബെസ്റ്റ്. അപ്പൊ ഞാനൊരു 10 മിനിറ്റ് ഇത് അടച്ചു വെക്കാൻ പോവാണ്. ഓക്കെ, അതിനുശേഷം ഞാൻ സെർവ് ചെയ്ത് കാണിച്ചു തരാം. കണ്ടല്ലോ, നമ്മുടെ ക്യാബേജ് തോരൻ, ട്രിവാൻഡ്രം സ്റ്റൈൽ ക്യാബേജ് തോരൻ, സദ്യ സ്പെഷ്യൽ ക്യാബേജ് തോരൻ റെഡി ആയിട്ടുണ്ട്. അവിടെ ട്രിവാൻഡ്രത്ത് സദ്യയൊക്കെ ഉണ്ടാക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്യാബേജ് തോരനാണത്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ചിലവർക്കെല്ലാം അറിയായിരിക്കും, ചിലവർക്ക് അറിയില്ല. അറിയാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.